ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറയുന്നത് ഒന്ന്, ഹക്കീം അസ്ഗരി പറയുന്നത് വേറൊന്ന് പറയുന്നുണ്ട്, ക്ലിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചെന്താ? നിങ്ങൾ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്, അദ്ദേഹം പറയുന്നു ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു ബദരീങ്ങളെ വിളിച്ച് ആരോട് പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞതെന്ന് ചോദിച്ചു. അതൊന്നും പറഞ്ഞില്ല. ബദരീങ്ങളെ വിളിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്നാ പറയുന്നത്. ബദരീങ്ങളെ വിളിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അങ്ങനെ ഉണ്ടോ? വിളിക്കൽ ഒരാളും പ്രാർത്ഥിക്കൽ വേറും ഇല്ലേ? ഹദീസ് നോക്ക് നിങ്ങൾ. ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാരാ? ആ ബദരീങ്ങളിൽ ഒന്നാമത്തെ വ്യക്തിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണിന് കാഴ്ചയില്ലാത്ത സങ്കടം പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എന്താണ്? സ്വഹീഹായ ഹദീസല്ലേ, നന്നായി ഒതുവെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. കണ്ടോ? അപ്പൊ ഒതുവെടുക്കുക എന്നുള്ള ഒരു പുണ്യകർമ്മമാണ്. പുണ്യകർമ്മം ചെയ്തുകൊണ്ടുള്ള ദുആ. നിസ്കാരം അതിനേക്കാൾ വലിയ പുണ്യകർമ്മമാണ്. നിസ്കരിച്ചുകൊണ്ടുള്ള ദുആ ഉത്തരം കിട്ടാനാണിത്. അടുത്ത പരിപാടി എന്താണ്? നീ ഇങ്ങനെ ദുആ നടത്തുക. ഇങ്ങനെ ദുആ അല്ലാഹുമ്മ, അതാനോടാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ്. കണ്ടോ നിങ്ങൾ ദുആയുടെ രൂപം? അല്ലാഹുവേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ തുടങ്ങാൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു നിശ്ചയം, വഅതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു അല്ലാഹ്, ബിനബിയിക നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ അടയാളനാക്കി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു അല്ലാഹ്. യാ മുഹമ്മദ്, വിളിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്, ദുആ നടത്തുന്നത് അല്ലാഹുവിനോടാണ്. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ. ബദരീങ്ങളിലെ ഒന്നാമത്തെ മെമ്പറാണ്, അതിലെ ഏറ്റവും വലിയ നേതാവാണ്. ആ നബിയെ വിളിക്കുന്നു, എന്നിട്ട് നബിയോട് തന്നെ ആവശ്യപ്പെടുന്നു. അതിന് പ്രാർത്ഥിക്കാന്ന് പറയൂല, നബിയോട് ആവശ്യപ്പെടുന്നു. മഹാന്മാരോട് അപേക്ഷിക്കുന്നതിനും ആവശ്യപ്പെടുന്നതിനും പ്രാർത്ഥിക്കുക എന്നല്ല പറയാ, അതിന് പറയാ അപേക്ഷിക്കുക, ആവശ്യപ്പെടുക എന്നൊക്കെയാണ്. ബദരീങ്ങളെ വിളിച്ച് ആവശ്യപ്പെട്ടു, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആരും കുഴപ്പം പറയുന്നില്ല. അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നത്, പ്രാർത്ഥിക്കൽ ദൈവത്തോട് ചെയ്യുന്ന വിഷയത്തിനല്ലേ സാധാരണ നിലക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയാം. മലയാള ഭാഷയിൽ പറയാമോ പറഞ്ഞൂടെ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ഉസ്താദ് മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ് പറയാറുണ്ട്, എടോ ജലദോഷത്തിന് ആരും വെള്ളപ്പൊക്കം എന്ന് പറയൂല. ജലദോഷത്തിന് ജലദോഷം എന്നാ പറയാ, വെള്ളപ്പൊക്കം എന്ന് പറയൂല. സംഗതി വെള്ളം കയറിയ ദോഷം തന്നെയാണ്, ഒട്ടാകാൻ നഞ്ഞിന്. പക്ഷെ അതിന് ജലദോഷം എന്ന് പറയൂല. ഇതുപോലെ സൃഷ്ടികളോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക എന്നല്ല പറയാ, ആവശ്യപ്പെടുക, അപേക്ഷിക്കുക എന്നൊക്കെയാ പറയാ. നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒരു പണക്കാരനോട് ഞാൻ 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനീ വാചകം സുന്നികളല്ലാത്തവർ എടുത്തുകൊണ്ടുവന്ന് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മശിരിക്കാക്കാൻ വേണ്ടിയും സംശയത്തിലാക്കാൻ വേണ്ടിയും ഈ വാചകം എന്തിനു കൊണ്ടുവന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നബിതങ്ങളെ വിളിച്ച് ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിനിടയിൽ നബിതങ്ങളെ വിളിച്ച് ആവശ്യപ്പെടാൻ റസൂലുള്ളാഹി തന്നെ പറയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി. എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ്, ആ റബ്ബ് റബ്ബുൽ ആലമീനാണ്. ആ റബ്ബ് തന്നെയാണ് റസൂലുള്ളാഹിന്റെയും റബ്ബ്. ആ റബ്ബാണ് സർവ്വ മലക്കുകളെയും റബ്ബ്. ആ റബ്ബാണ് സർവ്വ ബദരീങ്ങളുടെയും റബ്ബ്, എല്ലാ മഹാന്മാരുടെയും അല്ലാത്തവരുടെയും റബ്ബ്, റബ്ബുൽ ആലമീൻ. അവനോടാ പറയുന്നു. നീ നബിതങ്ങളോട് പറയുമ്പോൾ പറയാണ്, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി, ഓ നബിയെ, അങ്ങയെ ഇടയാളനാക്കി ഞാൻ എൻ്റെ റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുന്നു. ഫീ ഹാജതി ഹാദിഹി, എൻ്റെ ഈ 2 കണ്ണിനും കാഴ്ച കിട്ടണം. നബിയെ, തങ്ങൾ അത് ആ ആവശ്യം നിർവഹിച്ചു തരാൻ. ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നവൻ ആരാ? അല്ലാഹു ആണ്. പക്ഷേ അല്ലാഹു നിർവഹിച്ചു തരുന്നതിനെ സംബന്ധിച്ചു ചിലപ്പോൾ സൃഷ്ടികളിലേക്ക് ചേർത്ത് പറയും. ഏതുപോലെ? ആ ഡോക്ടറാണ് എൻ്റെ രോഗം സുഖപ്പെടുത്തിയത് എന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹം മുശ്രിക്കാണെന്ന് പറയാൻ പാടുണ്ടോ? അള്ളയാണ് സുഖപ്പെടുത്തിയെന്ന് ഉറച്ച വിശ്വാസമുള്ളതോടുകൂടി തന്നെയാണ് അയാൾ പറയുന്നത് ആ ഡോക്ടറാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഡോക്ടർ നിമിത്തമാണ്, കാരണമാണ് എന്നാണ്. ഈ അർത്ഥത്തിലാണ്
ലിതഖദിയ ലീ, നബിയെ തങ്ങൾ ആവശ്യം നിർവഹിച്ചു തരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തങ്ങൾ എൻ്റെ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം. ഇങ്ങനെ ഇടപെടുക എന്നത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മലക്കുകൾ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളിൽ ഇടപെടുന്നവരെ തന്നെയാണ് സത്യം. അതിന് ചിലപ്പോ മലയാളത്തിൽ നിയന്ത്രിക്കുന്നവർ നീല അർത്ഥം പറയും. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഡ്രൈവറാണ് എൻ്റെ വണ്ടി നിയന്ത്രിച്ചത്. ആ വണ്ടി ഇവിടെ എത്തിക്കുന്നതിന് ഇടപെട്ട ആള് അദ്ദേഹമാണ്. അല്ലാതെ ഡ്രൈവറാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൈലറ്റാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ഒരു പ്ലെയിനും അതേ അനിയന്ത്രിതമാകാൻ പറ്റൂലല്ലോ. ആ വാഹനം അനിയന്ത്രിതമാകാൻ പറ്റൂലല്ലോ. അപ്പൊ യഥാർത്ഥ നിയന്ത്രണം നടത്തുന്നവൻ അല്ലാഹുവാണ്. അതേസമയം ബാഹ്യമായ ചില നിയന്ത്രണങ്ങളും ഇടപെടലുകളും സൃഷ്ടികൾക്കുണ്ട്. ആ ഇടപെടലുകൾ നബിതങ്ങൾ നടത്താനാണ് ലിതഖദിയ ലീ, ഓ നബിയെ തങ്ങൾ നിർവഹിച്ചു തരാൻ വേണ്ടി. അവിടെ തന്നെ മറ്റൊരു വിധത്തിലും അവിടെ ഹദീസിൽ വായിക്കപ്പെടാം, ലിതഖദിയ ലീ, എൻ്റെ ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളെ മുൻനിർത്തി ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നബിയെ. വീണ്ടും പറയാണ് അള്ളാഹുവേ, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ ഇതുവരെ പറഞ്ഞത് നബിയോട് പ്രാർത്ഥനയല്ല, നബിയോട് അപേക്ഷയാണ്. നബിതങ്ങളോട് പറയുന്നതിന് പ്രാർത്ഥന എന്ന് പറയൂല, അപേക്ഷ എന്നാ പറയാം. തവസ്സുലി, ഇസ്തിഗാസ എന്നൊക്കെയാ പറയാം. അതിനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്നല്ല പറയാം. എന്നിട്ട് നബിതങ്ങളോട് ഈ ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം അതാ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ഫശഫിഹു ഫിയ, അള്ളാഹുവേ ഞാൻ നബിതങ്ങളോട് എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്, റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇടപെടുമ്പോൾ നീ അതൊന്ന് കബൂൽ ചെയ്യണേ. പിന്നെയും പ്രാർത്ഥന അള്ളാഹിനോട് തന്നെ. ഈ വിധത്തിൽ അങ്ങ് ചെയ്തപ്പോൾ ആ സഹാബിയുടെ 2 കണ്ണിനും കാഴ്ച കിട്ടുന്നു. ആ ദുആക്ക് ഉത്തരം ലഭിക്കുന്നു. കാരണം അതിൽ തവസ്സുലുണ്ട്, ഇസ്തിഗാസയുണ്ട്, നബിതങ്ങളെ വിളിക്കലുണ്ട്, നബിതങ്ങളെ ഇടയാളനാക്കലുണ്ട്. ആ നിലക്ക് ചോദിച്ചപ്പോൾ 2 കണ്ണിനും കാഴ്ച കിട്ടുന്നു. സുഹൃത്തുക്കളെ, ഇത് ഹദീസ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിലും ഇബ്നു മാജയിലും തിർമിദിയിലും അങ്ങനെ ധാരാളം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് നമുക്ക് കാണാം. ഇതേപോലെ നബിതങ്ങളുടെ ജീവിതകാലത്ത് ചെയ്തതുപോലെ വഫാത്തിന് ശേഷവും സഹാബത്ത് ഈ ദുആ നടത്തിയിരുന്നു, ഈ തവസ്സുൽ നടത്തിയിരുന്നു, ഇസ്തിഗാസ നടത്തിയിരുന്നു. അത് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിലും കാണാം.